ഹലോ, ഒരു പുല്ലങ്കറി വെച്ചാലോ? ആദ്യമേ അങ്ങ് ക്ലീൻ ആക്കാം. അയ്യോ, ഇതിങ്ങനെയല്ലല്ലോ. നേരെ തിരിച്ച് പിടിച്ച് ഒരു പേപ്പർ കൂട്ടി പിടിച്ചിട്ട് മേലോട്ടിങ്ങ് കട്ട് ചെയ്താൽ ആ ചെതുമ്പലൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. ഇപ്പോൾ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചിങ്കു ഒരു ചെറിയ പുല്ലിന് ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നന്നായി വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുക. ഇനി ചട്ടി വയ്ക്കുക, എണ്ണ ഒഴിക്കുക, ഉലുവ ഇടുക. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. ജസ്റ്റ് വഴന്ന് വരുമ്പോഴേക്കും ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് വീണ്ടും വഴറ്റുക. നന്നായിട്ട് വഴണ്ട ശേഷം കറിവേപ്പില ഇടുക. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇവ ചേർത്ത് നന്നായിട്ട് വീണ്ടും വഴറ്റുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക, പുളി ഇടുക, ഉപ്പിടുക. എന്നിട്ടൊന്ന് നന്നായി മൂടി വെച്ച് തിളപ്പിക്കുക. തിളച്ച ശേഷം മീനിടുക. മീനിട്ട് വീണ്ടും മൂടി വെച്ച് തിളക്കാൻ തുടങ്ങുമ്പോഴേക്കും മൂടി മാറ്റി അവിടെ ഇരുന്ന് പതുക്കെ തിളച്ച് വരുമ്പോഴേക്കും തേങ്ങാപ്പാൽ ഒഴിക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞ് വീണ്ടും കുറച്ചു നേരം കൂടി തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ മീൻ ഒക്കെ വെന്ത് ആ വെള്ളമൊക്കെ നന്നായി വറ്റി സെറ്റായിരിക്കും. അപ്പോൾ മീനിന് താഴെ വെള്ളം വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ അടിപൊളി പുല്ലങ്കറി റെഡി.